വടകര നഗരത്തിൽ KECB സ്ഥാപിച്ച ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകളിൽ പ്രവർത്തിക്കുന്നത് ഒന്നു മാത്രം. 5 ചാർജിംഗ് പോയിന്റുകളിൽ പുതിയ സ്റ്റാൻഡ് പരിസരത്തുള്ളത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പ്രവർത്തനരഹിതമാണ്. എന്നാൽ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ വാഹനം നിർത്തി ചാർജ് ചെയ്യാൻ പറ്റുന്നുമില്ല. KECB സ്ഥാപിച്ച ചാർജിംഗ് പോയിന്റുകളുടെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ പരിപാലന ചുമതല തിരുവനന്തപുരത്തെ ചാർജ് മോഡ് എന്ന സ്വകാര്യ കമ്പനിക്കാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയായില്ലെന്ന വാഹന ഉടമകൾ പറയുന്നു. JTSന് സമീപത്തെ ചാർജർ കത്തിപ്പോയിട്ട് നാളുകളായി. വിവരം കമ്പനിയെ അറിയിച്ചിട്ടും നന്നാക്കിയിട്ടില്ല. ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിർത്തിയിട്ട് ചാർജ് ചെയ്യാൻ സൗകര്യപ്രദമായ സ്ഥലമാണിത്. തൈവളപ്പിൽ ക്ഷേത്രത്തിന് സമീപത്തെ ചാർജിംഗ് പോയിന്റ് 6 മാസമായി പ്രവർത്തിക്കുന്നില്ല. ഇലക്ട്രിക് കാറുകൾ ഉൾപ്പെടെ നിർത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഓട്ടോറിക്ഷ ഫുൾ ചാർജാകാൻ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും വേണം. അത്രയും സമയം നിർത്താനുള്ള സൗകര്യം വേണം. പുതിയ സ്റ്റാൻഡിൽ സ്കൂട്ടറും ബൈക്കുകളും പാർക്ക് ചെയ്യുന്ന ഭാഗത്തെ ഇലക്ട്രിക് പോസ്റ്റിലാണ് ചാർജിംഗ് പോയിന്റ്. ദൂരസ്ഥലങ്ങളിൽ ജോലി ആവശ്യത്തിനും മറ്റും പോകുന്നവർ നിർത്തിയിടുന്ന ഈ വാഹനങ്ങൾ എടുക്കാൻ രാത്രിയാകും. ഇതുപോലെ തന്നെയാണ് ഏറെ തിരക്കുള്ള കോട്ടപ്പറമ്പിലെ പ്രവർത്തനരഹിതമായ ചാർജിംഗ് പോയിന്റും. ഇവ രണ്ടും മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ആവശ്യം. ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുമ്പോൾ നഗരത്തിലാകെ 20 ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 100-ലേറെയായി. ഇതിനു പുറമെയാണ് സ്കൂട്ടറുകളും കാറുകളും. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.